ഒരു കാരണവശാലും പ്രോസസ്ഡ് ആയിട്ടുള്ള ജങ്ക് കാലറി പാക്കേജ്ഡ് ഫുഡ് ഒരു ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള പേഷ്യന്റ് ഉറപ്പായിട്ടും അവോയ്ഡ് തന്നെ ചെയ്യണം. ഇതിലിപ്പോൾ എന്തൊക്കെയാ വരിക? പിക്കിൾസ് വരും അല്ലെ, അച്ചാറുകൾ. വീട്ടിലിടുന്ന അച്ചാറുകളെക്കാളും പലപ്പോഴും നമ്മൾ പുറമേ നിന്ന് പർച്ചേസ് ചെയ്യുന്ന അച്ചാറുകളിൽ അത് പ്രിസർവ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ഉപ്പിൻ്റെയും അല്ലാതെ തന്നെ സോഡിയത്തിൻ്റെ അളവും കൂടുതലായിരിക്കും. അപ്പം പിക്കിൾസ് പരമാവധി അവോയ്ഡ് തന്നെ ചെയ്യണം. ഇത് കൂടാതെ ഉപ്പ് ചേർന്ന സ്നാക്സ്, ഈ ചിപ്സ് വർഗത്തിൽ വരുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഒരു പല കളറിലെ പാക്കറ്റ്സിൽ ഇങ്ങനെ തൂങ്ങി കടയ്ക്കും എന്താ പറയുക ബേക്കറിക്കും ഒക്കെ അലങ്കാരമായി കിടക്കുന്ന ഒരു കാറ്റഗറി ഓഫ് സ്നാക്സ് ഉണ്ട്. അവയിൽ ഉപ്പിൻ്റെ അളവ് വളരെ കൂടുതലാണ്. നമ്മൾ അവരുടെ ന്യൂട്രിറ്റീവ് വാല്യൂ നോക്കുന്ന ഒരു ഫാക്ട്സ് ചാർട്ട് എല്ലാ പാക്കറ്റ്സിലും ഉണ്ടാവും. അതിലെടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അതിൽ എന്തുമാത്രം സോൾട്ട് ഉണ്ട് എന്നുള്ളതുണ്ടാവും. അപ്പം അത്തരത്തിലെ ഭക്ഷണങ്ങൾ ഹൈപ്പർ ടെൻസീവ് രോഗി എന്ത് കാരണം വന്നാലും ആ രീതിയിൽ തന്നെ അത് മാറ്റേണ്ടതാണ്. പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ഇതിനെ ബ്രൈനിൽ മുക്കി അല്ലെങ്കിൽ സോൾട്ടഡ് ആക്കിയിട്ടാണ് ഇതോരോ സംഭവങ്ങളായിട്ട് മാറ്റുന്നത്. അപ്പം അതിലും ഉപ്പിൻ്റെ അളവ് എന്നും കൂടുതലാണ്. ആ ഉപ്പും ഉണക്കമീൻ പോലെ ഉള്ള സാധനങ്ങൾ അല്ലേ, പ്രിസർവ്ഡ് ഫിഷ്, മീൻ ഉണക്കിയത്, മീൻ കൊണ്ടാട്ടം എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ട്. അത്തരത്തിലെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ബേക്കറി ഐറ്റംസ്, ഈവൻ ബിസ്ക്കറ്റ്സ്. നമ്മൾ ബിസ്ക്കറ്റ്സ് മധുരമാണെന്നാണ് വിചാരിക്കുക അല്ലേ, മധുരമില്ല, അതിലെവിടെ ഉപ്പ്. പക്ഷെ അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഉപ്പിൻ്റെ എമൗണ്ട് ഉണ്ട്, അതിൽ ഉപ്പ് ആഡ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. സോ ബേക്കറീസും ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ് ബേക്കറി ഐറ്റംസും ഇത്തരത്തിൽ ബേക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇത് കൂടാതെ ഓവറായിട്ട് കോഫി കുടിക്കുന്നതും, കോഫി നമുക്കറിയാം കോഫി ഒരു സ്റ്റിമുലൻ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റിമുലൻ്റ് കുറേ അധികം ചെന്ന് കഴിയുമ്പം സ്വാഭാവികമായിട്ടും ഉറക്കത്തിൻ്റെ അളവ് കുറയുമ്പം സ്ട്രെസ് ലെവൽസ് കൂടും. അത് നമ്മുടെ ഹൈപ്പർ ടെൻഷൻ കൂട്ടാനായിട്ടുള്ള ഒരു ചാൻസ് എന്നും ഉണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ ഒരു ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള പേഷ്യൻറ്റ് ഉറപ്പായിട്ടും അവോയ്ഡ് തന്നെ ചെയ്യണം.